ഇന്റർനാഷണൽ യോഗ ഡേ. ലോകമെമ്പാടും ഇന്റർനാഷണൽ യോഗ ഡേ ആചരിക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യോഗ എന്ന് പറയുന്നത് വെറും കുറച്ച് എക്സസൈസുകളോ കുറച്ച് ആസനങ്ങളോ മാത്രം ഉള്ള ഒരു കാര്യമല്ല യോഗ. യോഗയുടെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് യൂണിയൻ. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ചൈതന്യവും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന യൂണിവേഴ്സൽ എനർജിയും തമ്മിലുള്ള ലയനത്തിനെയാണ് യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുന്നേ പതഞ്ജലി മഹർഷി യോഗസൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. യോഗസൂത്രങ്ങളിൽ 8 സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഒരു യൂണിയനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യവും പുറത്ത് യൂണിവേഴ്സൽ എനർജിയിൽ ആയിട്ടുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് നമ്മുടെ ചൈതന്യത്തെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 8 സ്റ്റെപ്സ്. അതിലൊന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യമം, 2 നിയമം, 3 ആസനം, 4 പ്രാണായാമം, 5 പ്രത്യാഹാരം, 6 ധാരണ, 7 ധ്യാനം, 8 സമാധി. ഈ ഒരു 8 സ്റ്റെപ്സ് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നതിലൂടെ നമുക്ക് ഒരു യൂണിയൻ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ യോഗസൂത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്ഥിരസുഖം ആസനം, സ്ഥിരമായും സുഖത്തോടും കൂടി ഇരിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ് ആസനം എന്ന് യോഗസൂത്രത്തിൽ പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിയമങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ബാക്കി സ്റ്റെപ്സിനെ പറ്റിയിട്ടും നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാപ്പി ഇന്റർനാഷണൽ യോഗ ഡേ.